പതിറ്റാണ്ടുകളായുള്ള എരഞ്ഞിമങ്ങാട് പുയിൽ നിവാസികളുടെ യാത്രാക്ലേശത്തിന് അറുതിയായി. പ്രദേശത്തെ 45ഓളം കുടുംബങ്ങളുടെ സ്വപ്നമായിരുന്ന റോഡ് പി.കെ. ബഷീർ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് കാലമായിട്ട് നിങ്ങൾ കാത്തുക്കണം, ഇത് നടക്കൂലേ എന്നുള്ളത്. ഒരു ദിവസം നിലമ്പൂർ ഫോറസ്റ്റ് DFOനെ ഞാനും ഷൗക്കത്തും ഒക്കെ അടക്കമുള്ള ഇവിടുത്തെ ഹാരിസ് അടക്കമുള്ള, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ മറ്റ് ക്ലബിൻ്റെ അംഗങ്ങളൊക്കെ ഒന്ന് DFOനെ കാണാൻ പോയി. അവിടെ അന്ന് CCF ഉണ്ടായിരുന്നു, പാലക്കാട് CCF വിജയാനന്ദ്. സംസാര മധ്യേ നമ്മളെ പോയത് എന്തിനാ വെച്ചാൽ ഈ സ്ഥലം നമുക്ക് വിട്ടു തരണം, അത് ഒരു കളിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് ഒന്നെങ്കിലും പഞ്ചായത്തിന് തരണം. അങ്ങനെ ആ കാര്യം സംസാരം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഇതിന് ഒരു പരിഹാരം കാണുന്നപ്പം എത്ര സ്ഥലമാണോ നമ്മൾ ഫോറസ്റ്റ് വിട്ടു തരുന്നത് അത്ര സ്ഥലം നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥലം കൊടുക്കണമെന്നാണ്. അപ്പോൾ നാട്ടുകാരും ക്ലബിൻ്റെ അംഗങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളതിന് റെഡിയാണെന്ന് പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ സംസാര മധ്യേ ഈ റോഡിൻ്റെ ഈ പൊയില് റോഡിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ CCF അതൊരു പോസിറ്റീവായിട്ട് എടുത്തു, നമുക്കതിനൊരു പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. അങ്ങനെയാണെന്ന് ഇതിനൊരു തുടക്കം 2023-24 തുടക്കം കുറിക്കുന്നത്. MLA-യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 27 ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത്. 540 മീറ്റർ നീളത്തിലും 4.2 മീറ്റർ വീതിയിലുമാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. വനം വകുപ്പിന്റെ അധീനതയിലുള്ള സ്ഥലത്തിലൂടെ റോഡ് യാഥാർത്ഥ്യമാക്കുവാൻ സാധിച്ചത് വലിയ നേട്ടമായാണ് പ്രദേശവാസികൾ കാണുന്നത്. വനം വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുമായി MLA നടത്തിയ നിരന്തരമായ ചർച്ചകൾക്കൊടുവിലാണ് വനഭൂമിയിലൂടെ റോഡ് നിർമ്മിക്കുവാനുള്ള അനുമതി ലഭിച്ചത്. ഉദ്ഘാടന പ്രസംഗത്തിൽ വന്യമൃഗശല്യം നേരിടുവാൻ വനം വകുപ്പിന് വാഹനം വാങ്ങുന്നതിനായി 25 ലക്ഷം രൂപ അനുവദിച്ച കാര്യവും MLA സൂചിപ്പിച്ചു. കൂടാതെ പ്രദേശത്തെ കായിക പ്രേമികൾക്കായി എരഞ്ഞിമങ്ങാട് മൈതാനത്തിന് ആവശ്യമായ സ്ഥലം വനം വകുപ്പിൽ നിന്നും ലഭ്യമാക്കുവാനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എല്ലാവരും അതിന് പണം കൊടുക്കാറുണ്ട്. അങ്ങനെ 17 ലക്ഷം രൂപയ്ക്ക് ആദ്യം ഒരു സ്ഥലം എടുക്കാൻ തീരുമാനിച്ചു. ആ സ്ഥലം എടുത്തു. പക്ഷെ പിന്നെ അവരെന്ത് പറ്റി, ആ സ്ഥലത്ത് പിന്നെ അതിന് NOCന്റെ പ്രശ്നം വന്നപ്പം അതിന്റെ രജിസ്ട്രേഷൻ നടക്കില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ വേറെ ഒരു സ്ഥലം കണ്ടു. ആ സ്ഥലം ഇവിടെ അന്ന് ഇവിടെ നാട്ടുകാരിക്ക് പണം സ്വരൂപിച്ച അവർ അതിനെ ബന്ധപ്പെട്ട ആളുകൾ ആ സ്ഥലം കണ്ട് അതിന് കച്ചവടം പറഞ്ഞു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അതിന്റെ NOC അയച്ചിട്ടുണ്ട്. ആ സ്ഥലത്തിന് NOC കിട്ടി ഫോറസ്റ്റിന് കൈമാറിയാൽ ഈ ഗ്രൗണ്ട് നാട്ടുകാർക്ക് കളിക്കാൻ നിങ്ങളുടെ ഉടമസ്ഥതയിലാവും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അത് അടുത്ത് തന്നെ ഉണ്ടാവും. മറ്റെന്താ പറയുക, ഇതിങ്ങനെ ഫോറസ്റ്റിലാവുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഫോറസ്റ്റിന് വെക്കും, ആരെങ്കിലും ഇവിടെ പരിപാടി വെച്ചാൽ എതിർ രാഷ്ട്രീയക്കാരൻ പോയി കണ്ട് DFOനെ വിളിക്കും, അല്ലെങ്കിൽ മറ്റേ ഫോറസ്റ്റുകാരെ വിളിച്ചിട്ട് ഇവിടെ ഒരു പരിപാടി നടത്താൻ പാടില്ല അറിയും, ഒരു കളി നടക്കൂല, അങ്ങനെ കുറേ ബുദ്ധിമുട്ടുണ്ട്. ഏതായാലും അത് വളരെ ഭംഗിയായിട്ട് അടുത്ത് തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാവും. അത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റിനെയും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റിനെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സെക്രട്ടറിനെയും വിളിച്ചിട്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആസ്തിയിൽ ഇത് കയറ്റാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് എടുക്കുമ്പോൾ അപ്പോഴത് ഇത് ക്ലബ്ബ് പണം മുടക്കിക്കാണ്ട് ഈ സ്ഥലം എടുത്താലും ഇത് ഫോറസ്റ്റിന് പിന്നെ ഇത് ഇങ്ങോട്ട് വിട്ട് കിട്ടണമെങ്കിൽ അതിന് പബ്ലിക് ഒന്നുകിൽ പഞ്ചായത്തിന്റെ ഏതെങ്കിലും ആസ്തിയിലുണ്ടെങ്കിൽ അവരാണ് ഇതിന് അപേക്ഷ കൊടുക്കേണ്ടത്. ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുശ്രീ സുരേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ശിവാനി IFS, എടവണ്ണ റേഞ്ച് ഓഫീസർ ഷഹനാസ്, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ VK മുഹസിൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തോണിക്കടവൻ ഷൗക്കത്ത് എന്നിവർക്കൊപ്പം വിവിധ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. റോഡ് യാഥാർത്ഥ്യമാക്കിയതിൽ സന്തോഷം പ്രകടിപ്പിച്ച നാട്ടുകാർ MLA-ക്കും വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കും ഉപഹാരങ്ങൾ നൽകി. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.